നമ്മുടെ രാജ്യത്തെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എഴുതുന്ന ഒരു പരീക്ഷയാണ് നമ്മുടെ ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷ, നമ്മുടെ IITകളിലേക്കുള്ള പ്രവേശന പരീക്ഷ. ആ പരീക്ഷയിൽ മിന്നുന്ന നേട്ടം കൈവരിച്ച സായുജാണ് എനിക്കൊപ്പം ഉള്ളത്. സായുജിൻ്റെ കണ്ണൂർ തളിപ്പറമ്പിലുള്ള വീട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ സായുജിനോട് കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. സായുജ്, ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു സായുജി ജെഇ അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളും? നമുക്ക് ഇത്രയും നല്ലൊരു നേട്ടത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഈ ഇത്രയും വലിയ ഒരു റാങ്കിലേക്ക് എത്താൻ സാധിക്കുമെന്ന് സായുജി നേരത്തെ എക്സ്പെക്ട് ചെയ്തിരുന്നോ? ആദ്യമൊക്കെ ഇല്ല, പിന്നെ എക്സാമൊക്കെ കയറി എഴുതി വന്നപ്പോൾ ആ ഒരു സ്കോർ കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലേ? അപ്പോൾ നമ്മുടെ ബ്രില്യൻ്റിൽ ഏത് പ്രോഗ്രാമിലായിരുന്നു? ഞാൻ റെസിഡൻഷ്യൽ ബാച്ച്, IIT റെസിഡൻഷ്യൽ ബാച്ച്. ഏത് സ്കൂളിലായിരുന്നു? കെ മാന്നാനം, കോട്ടയത്ത് മാന്നാനം സ്കൂളിലായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പുകളും കാര്യങ്ങളും? ഒരു ദിവസം ഒരു ഇത്ര സമയം പഠനത്തിന് വേണ്ടി ഇത്ര മണിക്കൂർ മാറ്റി വെക്കുന്ന അങ്ങനെ ഒരു ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നോ? ക്ലാസ്സിൻ്റെ സമയത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ക്ലാസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒന്ന് ക്ലാസ് ശരിക്കും കേട്ടാൽ മതി. പിന്നെ അതിനുശേഷം അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിന് എടുത്ത് വയ്ക്കുമെന്ന് റിവൈസ് ചെയ്യുക. പിന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, എല്ലാ ക്ലാസ്സും കഴിഞ്ഞ ശേഷം അഡ്വാൻസിലെ പ്രിപ്പറേഷൻ ശരിക്കും തുടങ്ങും. അന്നേരം നമ്മൾ ടൈം ടേബിളാക്കിയിട്ട് ഈ ബോർഡ് എക്സാമിൻ്റെ ടൈം കഴിഞ്ഞതിന് ശേഷം ബോർഡ് എക്സാമിന് ശേഷമായിരുന്നു കൂടുതലും അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫഷൻസ് നടന്നത്. അന്നേരം നമ്മൾ ശരിക്കും ഇറങ്ങുക ഇതിലേക്ക് 100% ഇതിലേക്ക് തന്നെ ഇറങ്ങിയാണ്. അപ്പോൾ ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കി അങ്ങനെ ഒരു ഷോർട്ട് നോട്ട്സ് ഒക്കെ ക്ലാസ്സിലെ സമയത്ത് തന്നെ തയ്യാറാക്കുന്നത് നല്ലത്. അത് കഴിഞ്ഞിട്ട് ഒന്നും ഇവിടെ അഡ്വാൻസിനാകുമ്പം ക്ലാസ്സിൽ നിന്ന് മാത്രം പോരാ, കുറേ നമ്മൾ എക്സ്ട്രാ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലാവും ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് കോട്ടയത്ത് വന്ന് താമസിച്ചായിരുന്നല്ലോ പഠിച്ചത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇവിടുന്ന് വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഹോസ്റ്റൽ ലൈഫായിട്ട് വന്നു ആദ്യത്തെ ആഴ്ച കട്ട ഹോംസിക്ക് എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു, ഭയങ്കര ഹോംസിക്ക്. പിന്നെ ശരിയായി. പിന്നെ അവിടെ തന്നെയായിരുന്നു ഏറ്റവും നല്ല സ്ഥലം. അപ്പോൾ നമ്മൾ ഫുൾ അറ്റ്മോസ്ഫിയർ അവിടുത്തെ. നമ്മളെപ്പോലെ കുറേ കുട്ടികളുണ്ടായിരുന്നു അവിടെ, നമ്മളെപ്പോലെ ഒരേ സ്വപ്നം കണ്ട് കുറേ ആൾക്കാർ. അപ്പോൾ ഒക്കെ ഒരു മോട്ടിവേഷൻ. നമ്മൾ പരസ്പരം ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും, പരസ്പരം ഡിസ്കസ് ചെയ്യും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഹോസ്റ്റലിൽ. മറ്റുള്ളവർ പഠിക്കുന്ന കാണുമ്പം പഠിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നു. ഒത്തിരി സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ? അപ്പോൾ ബ്രില്യൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സായുജിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പെട്ടെന്ന് ആകർഷിച്ച ഒരു കാര്യം എന്തായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ ഇവർ ഈ സ്റ്റാഫും ഇവരെ സപ്പോർട്ടും, ഓരോ ക്ലാസ്സിനും ഓരോ സ്റ്റാഫ്, ഒരു ക്ലാസ് ടീച്ചർ പറഞ്ഞ ഐഡിയയും, നമ്മളെ ഫുൾ നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയായ കുറേ സ്റ്റാഫും നല്ല പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സും, അതൊക്കെ. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതായിരുന്നു? എൻ്റെ ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സിലെ അധ്യാപകരെയൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ? ഓക്കെ, അത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു ടീച്ചർ? അത് വിനീത് സാറായിരുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ടൈമിൽ തന്നെ ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണോ, അപ്പം ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ കാണും. ചിലർക്ക് ഡയറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ സായുജിന് ഏതെങ്കിലും തരത്തിൽ MBBS വേണ്ട, എനിക്ക് എഞ്ചിനീയറിംഗ് മതി, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ടാണ് കൂടുതൽ താല്പര്യം, അങ്ങനെ തോന്നാനായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഡോക്ടർ ആവണമായിരുന്നു, പിന്നെ എന്തുകൊണ്ടല്ല ഇനി എഞ്ചിനീയറിംഗ് കണക്കിനോട് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു. ആ ഒരു പ്രോബ്ലം സോൾവിങ് ഐഡിയ വെച്ചിട്ട് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു. ബയോളജിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിയത് മാത്സ് ആയിരുന്നു അല്ലേ? അതുകൊണ്ട്. ഓക്കെ. അപ്പോൾ സായുജിന് ഇനി ഹയർ സ്റ്റഡീസിൽ ഇനിയിപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഡ്രീം ക്യാമ്പസ് എന്നൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് സ്വപ്നം കാണുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ സായുജിൻ്റെ ഡ്രീം ക്യാമ്പസ് ഏതാണ്? എൻ്റെ ഡ്രീം ക്യാമ്പസ് എന്ന് വെച്ചാൽ IIC ആയിരുന്നു, IIC ബാംഗ്ലൂർ. അപ്പോൾ IIT വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ ശരിക്കും? അതൊരു കൂടുതൽ റിസർച്ചുമായി ബന്ധപ്പെട്ട് റിസർച്ച് ആയിട്ട് ഇൻഡസ്ട്രീന് പകരം കൂടുതൽ പ്യുവർ സയൻസിലേക്ക് തന്നെ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കാൻ. ഓക്കെ ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതി ആയിരുന്നല്ലേ ഉണ്ടായിരുന്നു? അപ്പം ഏതാ IIT വേണോ അതോ റിസർച്ച് മതിയോ എന്നുള്ള കാര്യത്തെപ്പറ്റി ഒരു ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല, ഉടനെ തന്നെ എടുക്കും. അപ്പം സായുജിൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ, ആഗ്രഹിച്ച ആ ഒരു സ്വപ്നം തന്നെ യാഥാർത്ഥ്യമാക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ ഇനി ബ്രില്യൻറ്റിലേക്ക് വിക്ടറിലേക്ക് എത്തില്ലേ? വിക്ടറിലേക്ക് ഫാമിലിയുമായിട്ട് ബ്രില്യൻറ്റിലേക്ക് വരിക. ഓക്കെ, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.